ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പക്കാരെ കുറിച്ച് SIT അന്വേഷണത്തിലേക്ക് കടക്കുന്നത് 2 ദിവസം മുൻപാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR-ൽ നിന്ന് 2 ഫോണുകളുടെ CDR-ൽ നിന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു, വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുപ്പമുള്ള ഉന്നതരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. കൂടാതെ ചില ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SIT ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു രാഷ്ട്രീയ യുദ്ധം എന്ന രീതിയിൽ പല ചിത്രങ്ങളും പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കിളിമാനൂരിലെ വീട്ടിൽ എന്ന തരത്തിലേക്ക് ചില ചിത്രങ്ങൾ അവിടുത്തെ എന്ന രീതിയിൽ ചില ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അത് കടകംപള്ളി സുരേന്ദ്രൻ അതേപോലെ തന്നെ രാജു അബ്രഹാം അടക്കമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിലെത്തുന്നതും സമ്മാനം നൽകുന്ന ദൃശ്യങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് അടൂർ പ്രകാശ് സംസ്ഥാനത്തിന് പുറത്ത് ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ്. അതിൽ തന്നെ വ്യക്തമാണ് കൂടെ കുറച്ചുപേരുണ്ട്. മാത്രമല്ല ചില സമ്മാനങ്ങളൊക്കെ അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നതും ആ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അത് സമ്മാനം തന്നെയാണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ വന്ന എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം. പക്ഷേ അതിനെ UDF ഇപ്പോൾ അനൌദ്യോഗികമായി പ്രതിരോധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഒക്കെയുള്ള ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. മറ്റ് LDF നേതാക്കൾ അതേപോലെ CPM-ന്റെ നേതാക്കൾ ഇവരെയൊക്കെ കാണുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുണ്ട്. അത് കേവലം ജനപ്രതിനിധികൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്ന രീതിയിലുള്ള അടുപ്പം മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതാണ് UDF-ന്റെ വിശദീകരണം. പക്ഷേ ആ ഒരു വിശദീകരണത്തിൽ മാത്രം ഇത് നിൽക്കില്ല. കാരണം ഇതിനോടകം തന്നെ ഏതാണ്ട് 70-ലധികം ചിത്രങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. SIT-ൽ നിന്നല്ല ഇത് പുറത്തു വരുന്നെങ്കിൽ പോലും SIT അത്രയും ചിത്രങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങൾ പുറത്തേക്ക് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം നമ്മൾ കണ്ടത് ഈ സ്വർണ്ണക്കൊള്ളയെ പറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അടുപ്പത്തെ ചൊല്ലി ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഏതായാലും ആ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. രാഷ്ട്രീയമായി ഇത് വലിയ ചർച്ചയാകും. മാത്രമല്ല ഇനിയും കൂടുതൽ ചിത്രങ്ങൾ നമുക്ക് നേതാക്കൾക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ, ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതേസമയം വളരെ നിർണായകമായി മാറുക സംസ്ഥാനത്ത് SIT എന്ന് പറയപ്പെടുന്ന അന്വേഷണം നടത്തുമ്പോൾ തന്നെ ED ഇക്കാര്യത്തിൽ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണുകളുടെ CDR ഉൾപ്പെടെ ED ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലും പല വിധത്തിലുള്ള ചിത്രങ്ങൾ നമുക്കിനി പ്രതീക്ഷിക്കാം.